ഹൈവേ ആണ് ഓട്ടോബാൻ. ഈ റോഡിൻ്റെ പ്രത്യേകത, ഈ റോഡിലെ പല സ്ഥലങ്ങളിലും കാറുകൾക്ക് സ്പീഡ് ലിമിറ്റുകളില്ല. ഈ ബുഗാട്ടി വെയറോണൊക്കെ ഇല്ലേ, ബുഗാട്ടി വെയറോൺ അങ്ങനെയുള്ള മൾട്ടി സ്പോർട്സ് കാറുകളുണ്ടല്ലോ, അതിൻ്റെ പല ടെസ്റ്റ് ഡ്രൈവുകളും ഇങ്ങനെയുള്ള റോഡുകളിൽ വെച്ചാണ് നടത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ റോഡിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം നോ സ്പീഡ് ലിമിറ്റ്സ് ആണ്. ഓട്ടോബാൻ അതായത് A9 എന്നൊക്കെയാണ് പറയുക, അതിൻ്റെ പേര് ഓട്ടോബാൻ എന്നാണ്. ഓട്ടോബാൻ 9 എന്നാണ് സംഭവം. ഒരു രക്ഷയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ അസാമാന്യ വ്യൂ ആണ്. അസാമാന്യ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻ, അവിടെ 3 ലൈൻ, അങ്ങനെ 6 ലൈനാണ് മൊത്തമുള്ളത്. പക്ഷേ രണ്ട് സൈഡിലും നല്ല തിക്ക് ഫോറസ്റ്റ് ആയിരിക്കും, അത് ഭയങ്കര ഗ്രീനി ആയിരിക്കും കാണാൻ. ചില മൗണ്ടൻ്റെ മേളിൽ ചെന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കാം, നമുക്ക് ആ ചുറ്റുമുള്ള ഏരിയ ഫുള്ള് നല്ല പച്ച കളറായിരിക്കും. അതായത് ആ മലേനെ അങ്ങനെ തന്നെ നിർത്തിയേക്കുക. ചില സ്ഥലങ്ങളിൽ തുരങ്കം വെച്ചിട്ടുണ്ട്, പക്ഷേ ആ മാക്സിമം എൻവയോൺമെൻറ്റ് ആയിട്ട് നശിപ്പിക്കാതെ ആ ഫ്ലോയിൽ തന്നെ ആയിരിക്കും ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ടാവുക. എന്നാൽ ചില സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നല്ല പാലങ്ങൾ കാണും, കാരണം ഭയങ്കര താഴ്വാരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പാലങ്ങൾ അടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ചില വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ചില സ്ഥലം. അതായത് ഇവിടുത്തെ ജർമ്മനിയിൽ ഈ രാവിലെ ഒരു 5:30 to 7 എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും സൂര്യ ഉദയം വരിക. അത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്ന ആപ്പിൾ പോലെ ഇരിക്കും, നല്ല ചുമന്ന കളറിലായിരിക്കും ആ ഉദിക്കുന്നത്. അപ്പം അങ്ങനെ അത് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവിടെ ഒരു മിസ്റ്റ് കാണും, ഓൾറെഡി ഒരു മഞ്ഞിൻ്റെ ഒരു ക്ലൗഡൂടെ കാണും. എന്നെ രസമെന്ന് പറയുക കാണാനായിട്ട്. ഭയങ്കര എടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എടുപ്പ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈവനിങ് ഇല്ലേ, നമ്മുടെ ചെമ്മാനം കയറുക എന്നൊക്കെ പറയില്ലേ, അതായത് വൈകുന്നേരത്തെ സൂര്യാസ്തമയത്തിന് കാണത്തില്ല, നല്ല ഒരു റെഡിഷ് ഓറഞ്ച് കളറിൽ ഫുള്ള് ക്ലൗഡ് നിന്നിട്ട് ആ ഒരു വ്യൂ ആണ് ഇവിടെ മോർണിംഗ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീശപ്പുലിമല, അതായത് സൂര്യനെല്ലി, ആ സൈഡിലൊക്കെ സൂര്യോദയം ഇല്ലേ, ഏതാണ്ട് അതേപോലെയാണ് ഇവിടുത്തെ എല്ലാ ദിവസത്തെ സൂര്യോദയം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജർമ്മനി ഓടി തീർത്ത് നമ്മൾ ഏറെക്കുറെ ജർമ്മനിയിൽ നമ്മൾ മുഞ്ചൻ ടൗണിൻ്റെ ഔട്ടറിൽ കൂടെ കയറിയായിരിക്കും പോവുക. നേരെ ഓസ്ട്രിയ ബോർഡർ കൺട്രോൾ അടക്കം പാസ് ചെയ്ത് നമ്മൾ ചെല്ലുകയെന്ന് വെച്ചാൽ ഇൻസ്ബർഗിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുകയെന്ന് വെച്ചാൽ ബിബിലിനോയിൽ നിന്ന് നേരെ ടൊറൻഡോ. അതാണ് നമ്മുടെ ഒരു ടൊറൻഡോ നേരെ മുഞ്ചൻ സൈഡിലോട്ട് കയറുക കേട്ടോ. ഇവിടുന്ന് 3-ാം നമ്പറിലോട്ട് കയറി ഫ്രാങ്ക്ഫുട്ട് സൈഡിലോട്ട് പോകാൻ പറ്റും. ഫ്രാങ്ക്ഫുട്ട് ആ സൈഡാണ് ഈ 3-ാം നമ്പർ എന്ന് പറയുന്ന റോഡ്. നമുക്ക് പോകേണ്ട മുഞ്ചൻ സൈഡിലോട്ട് തന്നെയാണ്. സോ നമ്മൾ നേരെ അത് തന്നെയല്ല, ഇവിടുന്ന് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റോഡുണ്ട്. ഒന്ന് ഈ പറഞ്ഞ ഫ്രാങ്ക്ഫുട്ട് ആ സൈഡിലോട്ടും, 2 ചെക്ക് റിപ്പബ്ലിക്കിലോട്ട് പോകാനും പറ്റും. പ്രാഗ് സൈഡിലോട്ട് ഈ 3-ാം നമ്പറിൻ്റെ ആശ്രയത്തിൽ തന്നെ പോവാം. അതായത് 72 എന്ന് പറയുന്ന റോഡിലോട്ട് ചെന്നിട്ട് കയറി അവിടുന്ന് നേരെ പ്രാഗ് പോകാൻ. ഞാനൊരു പ്രാവശ്യം പ്രാഗ് പോയിട്ടുണ്ട്. അന്ന് എനിക്ക് ഈ പറയുന്നത് തന്നെ അറിയാം, ഇങ്ങനൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് വരെ യാത്ര ചെയ്തതിൽ ഞാൻ നിങ്ങളോട് പറയാം, സമയത്തെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ഒരു നഗരമാണ് പ്രാഗ്. കാരണം നമ്മൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് ക്യൂരിയോസിറ്റിയാണ്, അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പ്രാഗ് എന്നല്ല, ചെക്ക് റിപ്പബ്ലിക്കിൽ എവിടെ പോയെന്ന് പറഞ്ഞാലും നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു എനർജി വരുന്ന സ്ഥലങ്ങളാണ്. എല്ലാം നല്ല വൈബ് സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് പ്രാഗ്. തന്നെയല്ല, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ വേറൊരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര നമ്മളോട് റൂഡായിട്ട്, ഇന്നേ വരെ ഞാൻ ചെക്കിൽ ഒരു 2 മാസം കണ്ടിന്യൂസ് നിന്ന് ഓടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പറയണത്, ചെക്കിൽ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരാൾ ഒരു ഫോറിനറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വേറെ രീതിയിലോ അവർ കാണില്ല. ഭയങ്കര അവരുടെ ലാംഗ്വേജ് മാത്രം മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അത് മാത്രമേ അതിനകത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ക്വയറ്റ് നാച്ചുറൽ നല്ലൊരു സ്ഥലമാണ്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും പോകുമ്പോൾ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു തരാം. കാരണം ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, അത് കാരണം നേരെ ഇങ്ങനെ കയറി. സാധാരണ ഇവിടെ ഒരു ബ്ലോക്ക് അടിക്കാറുള്ളതാണ്, ഇന്ന് എന്തോ ഭാഗത്തിന് അത് അടിച്ചില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഓട്ടോബാൻ 9. ഇതിപ്പോൾ നമ്മൾ മുഞ്ചൻ സൈഡിലോട്ട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്ത് വണ്ടിയാണ്, കാരണം ഫുള്ള് ട്രെയിലറാണ്. ഒരു ട്രാക്ക് ഫുള്ള് ട്രെയിലറുകൾ നിന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തോട്ടും, ഈ രാജ്യത്തുനിന്ന് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് പല രാജ്യങ്ങളിലേക്കും
ഇല്ലെങ്കിൽ ജർമ്മനിക്കകത്തോടെ കയറി മറ്റൊരു രാജ്യങ്ങളിലേക്കും സർവീസ്. നമ്പറിൽ കൂടെ കയറി നേരെ വന്നു. ഇത് ഓസ്ട്രിയ 93 നമ്പറിലോട്ട് ഇറങ്ങി. എന്നിട്ട് അതിനകത്തൂടെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ പോകാന്ന് വെച്ചാൽ ഓസ്ട്രിയാണ്. ഓസ്ട്രിയ അടുക്കാറായി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടോ, മലകൾ, മലയുടെ മുകളിലുള്ള മഞ്ഞ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളിൽ പെടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു വൈൽഡ് ലൈഫിനകത്തൂടെ പോകുന്ന പോലെ തന്നെ കേട്ടോ. രണ്ട് സൈഡിലും നിറച്ച് ഇടതൂർന്ന മരങ്ങൾ അറച്ച് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ വില്ലേജ് ഉണ്ട് കേട്ടോ. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഓസ്ട്രിയ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ചില സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണത്തില്ലേ, മഞ്ഞിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ താഴ്വാരം എന്നൊക്കെ, അങ്ങനത്തെ ഒരു ലെവലുള്ള സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ നല്ല നൈസ് സ്ഥലം. ഓസ്ട്രിയയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ലിമിറ്റുകൾ കറക്റ്റായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ പോലീസ് ചെക്കിങ്ങുകൾ എപ്പോഴും നല്ല ഹയർ ഇതിൽ തന്നെ പോലീസ് ചെക്കിങ്ങുകളുണ്ടാവും. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഓസ്ട്രിയ. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് ഓസ്ട്രിയ അടുക്കാറാകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇത് അപ്പുറത്തൊരു തിട്ട കണ്ടത് നിങ്ങൾ. ആ തിട്ടയുടെ അപ്പുറത്തൊരു പുഴയാണ്. ആ പുഴയുടെ അപ്പുറവശം ഓസ്ട്രിയയും ഇപ്പോഴും ജർമ്മനിയാണ്. അങ്ങനെയാണ്. ഇത് ജലാശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ബോർഡറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളങ്ങനെ ഓസ്ട്രിയൻ മണ്ണിലേക്ക് കയറാറായിട്ടുണ്ട്. താഴ്വാരത്തിൽ കൂടെയാണ് ഓടി വരുന്നത്. എന്താ പറയുക, ഇതൊരു മായാലോകം എന്നൊക്കെ പറയാം ഓസ്ട്രിയ. കാരണം ഇങ്ങനെ ഓടി വന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ തണുപ്പായിരിക്കും. പിന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലാം താഴ്വരകളും സൈഡിൽ പുഴ, അങ്ങനെയുള്ള ഒരു നല്ലൊരു ക്യാൻവാസിലുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രിയ. പറയാതിരിക്കുന്നത് അങ്ങനെ നല്ല ക്യാൻവാസാണ്. അത് കുറച്ച് ആൾക്കാർക്ക്, കുറച്ച് സ്ഥലങ്ങളിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ചെറിയ ടൗണുകൾ, അതായത് ഒരുപാട് ചെറിയ ടൗൺ എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ടൗണ്, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ബാക്കി മൊത്തം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, അതാണ് ഓസ്ട്രിയ. പക്ഷേ പുൽത്തകിടികളുണ്ട് അതിനകത്ത്. അതായത് ഈ വീടുകളിലൊക്കെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലഞ്ചെരുവും ഫുള്ള് പുൽത്തകിടികളായിരിക്കും. ഓസ്ട്രിയനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് വല്ലാത്തൊരു മായായോഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഒരു സ്ഥലമാണ് ഓസ്ട്രിയ. മുമ്പ് ചവിട്ടി നിൽക്കുന്നതാണോ വണ്ടി? ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. വണ്ടി തന്നെ പിടിച്ചതാ. ഓസ്ട്രിയയിലെ ലാസ്റ്റിലത്തെ പാർക്കിംഗ് ആട്ടോ ജർമ്മനിയിലെ ലാസ്റ്റ് പാർക്കിംഗാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കും. അപ്പോൾ രാത്രി ഇവിടെ നമുക്ക് ഓസ്ട്രിയ ഓടുക എന്ന് വെച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ടീസാണ് ഇവിടെ ഓടാനായിട്ട്. ഇവിടെ കുറേ നിയമങ്ങളുണ്ട്. കാരണം രാത്രി 10 മണിക്ക് ശേഷം ഓടാൻ പാടില്ല, രാവിലെ 5 മണിക്ക് മുന്നേ ഓടാൻ പാടില്ല. അതായത് 5 മണി, രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ ട്രക്ക് ഇത് വഴി പോകാൻ പറ്റുള്ളൂ. പിന്നെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കുന്ന വണ്ടികൾക്കൊക്കെ പോകാം, പക്ഷേ നമ്മുടെ റെഗുലർ വണ്ടികൾക്ക് വിടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇതാണ് കേട്ടോ. ഓസ്ട്രിയ ഹൈവേ ആണ് കേട്ടോ. A12 എന്ന് പറയുന്നൊരു ഹൈവേ ആണിത്. 2 ലൈൻ, മാക്സിമം 2 ലൈനെ ഇവിടെ ഞാൻ ഓസ്ട്രിയയിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കയറ്റങ്ങൾ, നമ്മുടെ കയറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ 3 ലൈൻ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ A10 എന്ന് പറയുന്ന റോഡുണ്ട്, വിലാച്ചി, അതും ഓൾറെഡി 3 ലൈൻ കണ്ടിട്ടുണ്ട്. കൂടുതലും ടണലൊക്കെ ഉള്ള റോഡാണ്. ഇതുണ്ടോ മലകളൊക്കെ കണ്ടോ അവിടെ. ഇതാ പറയാം, ഇടതൂർന്ന മരങ്ങളും അതിനിടയിൽ കൂടെ പോകുന്ന ഹൈവേ. ആണ് പോകുന്ന ട്രെയിൻ. ഞാൻ പറഞ്ഞില്ല ട്രെയിൻ വരുമെന്ന്. കണ്ട ഇതാണ്ട് ആ പോകുന്ന കാറ് കണ്ട. കാറിൻ്റെ പുറകെ 2 സൈക്കിൾ ഇരിപ്പുണ്ട്.
ഞാൻ പറഞ്ഞില്ല, ഇവർ ഭയങ്കര എൻജോയ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. സേവിങ്സ് കാണും കേട്ടോ, ചിലപ്പോൾ സേവിങ്സ് കാണും, എനിക്കറിയില്ല ഇവർക്ക് സേവിങ്സ് ഉണ്ടോന്നൊക്കെ. പക്ഷേ ഇവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പീസ്ഫുൾ. കാരണം അതുണ്ട് ആ വാലിയുടെ ഒക്കെ അതുപോലെയുള്ള സ്ഥലത്തൊരു വീടൊക്കെ വെച്ച് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് കെട്ടിയോടെ ആ ഫ്രണ്ട് ചേർന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എന്നെ രസമായിരിക്കുമല്ലേ ലൈഫ്. ബട്ട് എന്ത് പറയാൻ, വണ്ടി ഇടിച്ച കേട്ടോ അവിടെ. കാറിൻ്റെ പുറകെ കൊണ്ടൊരു ട്രക്ക് കൊടുത്ത് അതിൻ്റെ ബ്ലോക്കായി കാണും കേട്ടോ. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ. കാരണം നമുക്ക് ട്രക്കിന് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ആക്ച്വലി ഈ വലിയ വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്, ഇപ്പോൾ ആ മിറർ നമുക്ക് പ്രധാനം ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും ആ വണ്ടി ഇരിക്കുക. അപ്പോൾ കോർണർ അവൻ ആ സൈഡിൽ കൂടെ വന്ന് ചിലപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും ഇവൻ വന്ന് കയറുന്നത്, നമ്മൾ കാണില്ല. നേരെ വന്ന് ഡോറ് തീർത്തായിരിക്കും ഇടി കൊടുക്കുന്നത്. ഡോറ് തീർത്തോ അല്ലെങ്കിൽ ബാക്കിലെ ടൈലൈറ്റ് തീർത്തോ ഒക്കെ ആയിരിക്കും ഇടി കിട്ടുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ പോലീസിനെ വിളിക്കുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ആക്കും. ഇത് മെയിൻ ഹൈവേ, അതുകൊണ്ടോ താഴെ ഒരു തടി ഫാക്ടറി ഉണ്ട് കണ്ടോ. ഇതൊരു താഴ്വാര പ്രദേശം. അതേ കണ്ടോ പോലീസ് പോകുന്നുണ്ടോ, ആ വണ്ടി ഇടിച്ചാണ്ടാണ് ആ പോലീസ് പോകുന്നത് കണ്ടോ. വില്ലേജ് കണ്ടോ. ഒക്കെ ഇതിനകത്തുള്ളതാണ്. നമ്മള് വെച്ചാൽ പിന്നെ ഏത് ജോലി ചെയ്താലും നമുക്കറിയാം ഇത് എൻജോയ്മെന്റ് ആണിത്. ഞാൻ ആ ഒരു മൂഡിലാട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കാണാനൊക്കെ പോകും. വണ്ടിക്കകത്ത് മാത്രം കുത്തിയിരുന്നിട്ട് എന്ത് കിട്ടാണ്? എൻ്റെ മൈൻഡ് സെറ്റ് അതാണ്. ആ കീക്കെന്ന് കിട്ടുന്ന സൗണ്ടാണ് കേട്ടോ ടൗള് പോകുന്നത്. ഓസ്ട്രിയയുടെ പുഴ കണ്ട, അതായത് ഗ്രീനിഷ് കളറാണ് കേട്ടോ ഇവിടുത്തെ ഈ പുഴയുടെ വെള്ളത്തിന്. അതാണ് അത് ഗ്രീനിഷ് കളർ വെള്ളമാണ് കേട്ടോ. മീൻസ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴല്ലേ കാണുന്നുള്ളൂ. ഗ്രീനിഷ് കളർ വെള്ളമാണ് രണ്ട് സൈഡ്. ഞാൻ ഓസ്ട്രിയയുടെ പല സൈഡുകളിൽ പുഴയുടെ സൈഡ് വശത്തുള്ള പാർക്കിങ്ങുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഞാൻ അതിനകത്തൊരു പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യമോ അങ്ങനെയുള്ള ഒരു സാധനവും ഇന്നേ വരെ ഞാൻ അങ്ങനെയുള്ള ഇതിനകത്ത് കണ്ടിട്ടില്ല. കാരണം അവരത് ഭയങ്കര വെൽ മെയിൻറ്റൈൻഡ് ആണ് അവരുടെ ആ ഒരു ഇത് കണ്ടോ. നല്ല നല്ല ഭംഗി, ഒരു പച്ച കളറാണ് ആ വെള്ളത്തിന്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. ചിലപ്പോൾ ഇത് മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമോ ചിലപ്പോൾ ഇവിടുത്തെ ഡെപ്ത് അത്രയും ഉള്ളതുകൊണ്ടുള്ളതോ ഒക്കെ ആയിരിക്കാം. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലാണെങ്കിലും നമുക്കിങ്ങനെ ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മളിനി ഞാൻ പറയാം, നമ്മൾ വെള്ളം എടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം. അവിടെ എല്ലാം പക്ക. അതായത് ഇപ്പോൾ ഒരു മഴ പെയ്ത് വെള്ളത്തിൽ എന്തെങ്കിലും ആൽക്കലൈൻ്റെ അളവിൻ്റെ കുറവോ കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പൈപ്പിൻ്റെയും സൈഡിൽ തന്നെ പറയും നോൺ ഡ്രിങ്കബിൾ. അതായത് അവർ ഡ്രിങ്കബിൾ ആയിട്ടുള്ള വാട്ടർ ആയിട്ട് ഇതിനെ പ്രിഫർ ചെയ്യുന്നില്ല. എല്ലാ വർഷവും ആ പൈപ്പിങ്ങിന് എപ്പോഴുമാണെന്നുണ്ടെങ്കിൽ പൈപ്പ് ലൈൻസിന് മെയിൻ്റനൻസ് വരുത്തുക, വെള്ളം ചെക്ക് ചെയ്യുക. അതായത് ഒരു ജനത മുഴുവൻ കുടിക്കുന്ന വെള്ളമാണിത്. ഇത് ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. അത്രയും അവർ പറയുന്നത് ഏറ്റവും പ്യുവർ വാട്ടർ എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെ പരിപാടി പറഞ്ഞു. നമ്മളിത് കഴുകി വെച്ചേക്കണം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതാട്ടോ നേരെ വെക്കുക. ഇതിൻ്റെ മെക്കാനിസം ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ വെള്ളം എടുക്കുക എന്നുള്ള കലാപരിപാടി കഴിഞ്ഞു. അപ്പോൾ വെള്ളമെടുപ്പും കലാപരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത പിടിയിൽ ഓടുകയാണ്.
വണ്ടിയെല്ലാം ബ്ലോക്കാന്ന് തോന്നുന്നുണ്ടോ. അതൊക്കെ സൈഡ് ഒതുക്കി കൊടുക്കുക. കാരണം എന്താ, ഇനി നമ്മൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞില്ലേ എമർജൻസി കോറിഡോർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ സൈഡിലുള്ള വണ്ടികളുണ്ട് അങ്ങോട്ട് നീക്കി, ഈ സൈഡിലുള്ള നമ്മൾ പതുക്കെ ഈ സൈഡിലോട്ട് നീക്കി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു പാസേജ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ഏതൊരു ഡ്രൈവറും ഒരു ബ്ലോക്കിൽ പാലിക്കപ്പെടേണ്ട മിനിമം സേഫ്റ്റി പർപ്പസിൽ പെടുന്നതാണ് എമർജൻസി കോറിഡോർ. അതുപോലെ തന്നെ നമുക്ക് ഈ ടണലിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഓടുമ്പോൾ ഈ ടണലിനകത്തുനിന്ന് എക്സിറ്റ് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ അപ്പുറത്തെ സൈഡ് രണ്ടാമത്തെ ട്രാക്കിൽ കട്ടി കൂടിയ തിക്നെസ്സിലുള്ള ലൈനായിട്ടേക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു എക്സിറ്റ് ഉണ്ട്, അതായത് ടണൽ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ടണലിനകത്തോ ഒരു എക്സിറ്റ് ഉണ്ടെന്നുള്ളതാണ് ഈ കാണിക്കുക. ഇത് വെച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടെ എക്സിറ്റ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് അവിടെ ആക്ച്വലി ഒരു എക്സിറ്റ് ഉണ്ട്. ടണൽ തൊട്ട് കഴിയുമ്പം തന്നെ സ്വിറ്റ്സർലൻഡിനും ജർമ്മനിക്കും പോകാനായിട്ടൊരു വഴി അവിടെ ഉണ്ട്. നമ്മൾ ഇറ്റലിക്കാണ് പോകേണ്ടത് നേരെ തന്നെ. ക്യാരവാന നമ്മളെ പതുക്കെ നൈസായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പോകട്ടോ. കാരണം കയറ്റമാണ്, നമ്മുടെ വലി മുട്ടിപ്പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ കുറഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരും. ആ ടിപ്പർ ഫുൾ ലോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം കയറിപ്പോവാൻ. കാരണം അവനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവനും കയറത്തില്ല, നമ്മളും കയറത്തില്ല. ഇവിടെ പിന്നെ അങ്ങനെ വെച്ച് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. നേരെ ഓടി കയറിക്കോണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഓസ്ട്രേലിയയിൽ എപ്പോഴും നമ്മൾ മിനിമം ട്രെയിലർ ടു ട്രെയിലർ 50 മീറ്റർ ഡിസ്റ്റൻസ് പാലിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അത് ഇവർക്ക് നിർബന്ധം കേട്ടോ. ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു 250 യൂറോ. ഈ കയറ്റം ഏതാണ്ട് 8% മാത്രം സ്ലോപ്പി ആയിട്ടുള്ളൊരു കയറ്റം കേട്ടോ. 7 മുതൽ 8% അത്രയാണ് പറയുന്നത്. ആ കയറ്റത്ത് നമ്മൾ 35 ടണ്ണം വെച്ചുകൊണ്ട് 55-60 മാക്സിമം ആണ് കേട്ടോ ആ സ്പീഡൊക്കെ. ചിലപ്പോൾ 40. ഈ ടണലിൽ വർക്ക് നടക്കട്ടെ, മെയിൻ്റനൻസ് വർക്ക്, അതായത് ബൾബുകൾ മാറ്റി സ്ഥാപിക്കുക, സർവൈലൻസ് ക്യാമറാസ് പിടിപ്പിക്കുക, പിന്നെ അറ്റകുറ്റപ്പണികൾ. അതായത് ഇവിടെ എല്ലാ വർഷവും എല്ലാ കാര്യങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടത്തും. നമ്മുടെ നാട്ടിലെ പോലെ പണിതിട്ടിട്ട് അത് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ള രീതിയിലല്ല. അതായത് ഒരു പബ്ലിക് ടോയ്ലറ്റ് പണിതിട്ടാൽ പോലും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അതിന് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറുണ്ട്. ആ ക്ലീനിങ് പ്രോസസ്സ് ആയിരിക്കും. അതായത് ടിഷ്യൂ പേപ്പർ വെക്കുക, അങ്ങനെ. അതുപോലെ തന്നെ അവർ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷേ ഈ ഒരു വർഷം ജനങ്ങൾക്ക് ആ ഒരു വർഷത്തിന് ശേഷമുള്ളൊരു 3 മാസം നമുക്ക് ട്രാഫിക് ഇത് ഉണ്ടാകും. അപ്പുറത്തൊരു ട്രാക്ക് ഉണ്ടോ ആക്ച്വലി, പക്ഷേ ആ ട്രാക്ക് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ട്രാഫിക് കൺജഷൻ വരും. എല്ലാ വർഷവും ഒരു 3 മാസം ഇവരിങ്ങനെയുള്ള മെയിൻ്റനൻസ് വർക്കുകൾക്ക് വേണ്ടി എല്ലാ റോഡുകളിലും ഇതുണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അത് ഒരു വേറൊരു ലൈനപ്പിലുള്ള കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ ട്രാഫിക് കൺജഷൻ വെച്ചിട്ട് അവർ അത് എല്ലാ വർഷവും, ഇതൊക്കെ ചിലപ്പോൾ വർഷങ്ങളായിട്ടില്ല. ഞാൻ ഒരു തവണ ഒരു ടണലിൽ കയറി 1957-50 ഉള്ള ഒരു ടണലും, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ടണലിൽ കയറിയത് 1857 ഉള്ള ഒരു ടണൽ ഇറ്റലിയിൽ. അതെന്ന് വെച്ചാൽ വെൽ മെയിൻറ്റൈൻഡ് ആണ് ഇപ്പോഴും. അതായത് ആ ടണലിനകത്തെ എല്ലാ ഇലക്ട്രിക് സിസ്റ്റംസും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടണലിൻ്റെ ഫുൾ വാള് അവർ പെയിൻ്റ് അടിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. പക്ഷെ ആ മാസമെല്ലാം ടണൽ ക്ലോസ് ആയിട്ട് കിടന്നിട്ട് അപ്പുറത്തെ, അതിന് 2 ടണലായിരിക്കും, രണ്ടാമത്തെ ടണലിൽ കൂടെ വണ്ടി പോകുന്നുണ്ടാവും. ഒന്നാമത്തെ ടണലാണ് ക്ലോസ് ചെയ്തിട്ട് ആ മെയിൻ്റനൻസ് വർക്ക് നടത്തുക. അതായത് മെയിൻ്റനൻസ് വർക്ക് കമ്പൾസറിയാണ്. നമ്മുടെ നാട്ടിലും ഇത് പ്രായം. പക്ഷേ നമ്മുടെ നാട്ടിലും ഇവിടെ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ടാക്സസ് കുറവാണ്. ടാക്സസ് വളരെ കുറവ്. ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ 40 സ്പീഡുള്ളൂ കേട്ടോ. ഇറക്കം കൂടുതലായതുകൊണ്ട് ലോഡ് ട്രക്കുകൾക്ക് മാത്രം, അതായത് 7 ടണ്ണിന് മേലുള്ള എല്ലാ ട്രക്കുകൾക്കും 40 കിലോമീറ്ററിലുള്ള സ്പീഡ് നമുക്ക് അലൗഡ് അല്ല. തിരിച്ച് കയറിപ്പോകുന്ന വണ്ടിക്ക് അത് ബാധകമല്ല കേട്ടോ.
അണ്ണന്മാര് ഭാഗത്തിരുന്ന് പിടിക്കുന്ന കണ്ടാ. ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഫ്രണ്ടിൽ പോകുന്ന LT വണ്ടിയാണ്, ലുത്വാനിയ വണ്ടിയാണ്. കുന്താണെങ്കിൽ ഇവന്മാര് എന്ത് കാണിക്കുന്നറിയില്ല. കയറ്റ തന്നെ വന്നാലും ആ വണ്ടി 30 പോകുള്ളൂ. കാല് കൊടുത്ത് പറക്കാൻ തുടങ്ങേ. അത് കയറി ചെല്ലുമ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത, അത് സ്ലോവാക്കിയ വണ്ടിയാണ്. സാധാരണ സ്ലോവാക്കിയ 90 പറന്നു പോകേണ്ട വണ്ടികളാണല്ലോ. വാനുമായിട്ടാണ് കിടക്കുന്നത്. കൊള്ളാലോ. ഫുള്ള് താഴെക്കൂടെ റോഡുണ്ട്. SOS പവർ സ്റ്റേഷൻസ്. ഇതാണ് റോഡ് നമ്പർ, ഇറ്റലിയുടെ ഇത് പറഞ്ഞ റോഡ് നമ്പർ A22, ഓട്ടോബാൻ 22. പോലീസ് പിടിച്ച് അത് ആടെ കിടക്കുന്നുണ്ട് ഒരു വണ്ടി. പോലീസ് പിടിച്ച് ഫൈൻ അടച്ചു വിട്ടതാ. കാർബറി അതും ഇതിനിടയ്ക്കുള്ള കേട്ടോ. ഇതാട്ടോ A22. നല്ല സ്ഥലമാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തുടരുമ്പോൾ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ A22ന്റെ ഭംഗി. കണ്ടോ, മലയുടെ താഴ്വാരത്തോടെ മാത്രം പോകുന്ന റോഡാണിത്. കുഞ്ഞു കുഞ്ഞു അരുവികളും ചെറിയ ചെറിയ മരങ്ങളും വലിയ വലിയ പർവ്വതങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയ റോഡ്. ഓവർടേക്ക് ചെയ്താൽ ലൈസൻസ് പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ റോഡിലാണ് 300 കിലോമീറ്റർ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പെർമിഷൻ ഇല്ല. ഇഫ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ലൈസൻസിന് ബാൻ കിട്ടാം. ലൈസൻസ് 3 വർഷത്തേനൊക്കെ സസ്പെൻഡ് ചെയ്തപ്പെടാം. അങ്ങനെയുള്ള ഒരു ഇത്. അത് മേ ബി ഇവിടെ അതങ്ങനെ വരാനുള്ള കാരണം ഇത് 2 ലൈനേ ഉള്ളൂ. അപ്പോൾ ട്രക്ക് ഓവർടേക്ക് ചെയ്യാൻ, ഇപ്പോൾ ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 85 കിലോമീറ്റർ സ്പീഡ് വേണം. അപ്പോൾ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മേ ബി അങ്ങനെ ആക്കിയതായിരിക്കാം. നമുക്കറിയില്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെയാണല്ലോ, ആവണമല്ലോ, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. കുതിര കുതിര കുതിര
പാർക്കിംഗ് ഗ്രൗണ്ട് പോലെ എന്തോ സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത്. അതോ പെട്രോൾ ബങ്ക് ആണോ, അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. ഈ ഇറ്റലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ്, ബസ് കണക്ഷൻസ് ഭയങ്കരമാണ്. വെട്ടിയും പുകയും കണക്ഷൻസാണ് ബസ്സിന്. ലേക്കാണെന്ന് തോന്നുന്നു, ലേക്കായിരിക്കും അല്ലേ, ആണെന്ന് തോന്നുന്നു കേട്ടോ. പഴയ ഒരു കോട്ടയാണ്. ഞാനിത് എല്ലായ്പ്പോഴും അവിടെ നിന്ന് വരുമ്പോൾ ഈ കോട്ട ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ കാണാൻ കണ്ടത് അതൊരു കോട്ട, പഴയ കോട്ടയാണെന്ന് തോന്നുന്നു. മേ ബി കോട്ടയായിരിക്കാം. അവിടെ ഇത് എഴുതിയിട്ടുണ്ട്, വിസിറ്റ് ടൂറിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് കയറുന്ന വഴി ഏത് വഴിയാണെന്ന് നമുക്കറിയില്ല. മേ ബി റെയിൽവേ സ്റ്റേഷൻ വല്ലതും ആയിരിക്കും. വിസിറ്റ് നൗ കേട്ടോ, എന്തോ ഫോർട്ടാണ് കേട്ടോ സംഭവം. പള്ളി കത്രീഡലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ വണ്ടി നിർത്താൻ ഒരു SOS പോലും ഇല്ല. ഇതൊരു പാലമാണ്. ഇവിടെ ഒരു SOS ഉണ്ട്, വേണമെങ്കിൽ ഇതുവഴി ചാടി പോരുന്നില്ല. ചെറിയ ടൗണാണ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, 1, 2 പള്ളിയുണ്ട്. നമുക്കൊക്കെ എന്നാണാവോ അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാൻ പറ്റുക. ഇവിടെ വണ്ടി നിർത്താനുള്ളൊരു പാർക്കിംഗ് ഏരിയാസ് ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇല്ലെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നു. ഞാൻ പറയാം, നമുക്കൊരു കോ ഡ്രൈവർ വരുന്ന ദിവസം ഞാൻ അവിടെയൊക്കെ പോകും. അതിന് വേണ്ടി ഞാൻ ഒഴിച്ചിട്ടേക്കുന്ന സീറ്റാണ് കാണുന്നത്. ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ. വലിയ ക്രെയിനൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണോ ഇനി അങ്ങോട്ട് മുന്തിരിത്തോപ്പുകൾ തുടങ്ങുകയാണ്. ടണൽ കഴിയുമ്പോൾ ഓരോ പുതിയ ലോകത്ത് വന്ന പോലെയാണ്.